ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനം നടത്താനുണ്ട്. നിങ്ങൾക്കറിയുന്നത് പോലെ ഈ വയനാട്ടുകാരുടെ ഏറ്റവും വലിയ ആവശ്യം ഒരു യഥാർത്ഥത്തിൽ ഒരു ആശുപത്രി എന്നുള്ളതാണ്. നിങ്ങൾക്കിപ്പം ചുരമിറങ്ങിപ്പോയാലേ നല്ല ആശുപത്രി കിട്ടൂ, കോഴിക്കോട് വരെ പോകണം അല്ലെങ്കിൽ ബാംഗ്ലൂർ പോകണം എന്നൊക്കെയുള്ളൊരു സ്ഥിതിവിശേഷം നിലവിലുണ്ട്. അപ്പോൾ എന്നാൽ നമ്മുടെ ഈ വയനാട്ടിലെ ഇവിടുത്തെ താലൂക്ക് ആശുപത്രി വലിയ രീതിയിൽ നവീകരിക്കാൻ സർക്കാർ ആലോചിക്കുന്നുവെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണനോട് സംസാരിക്കുമ്പോൾ പറയുകയുണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് 2-3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ഇതിനകം തന്നെ 3 കോടി രൂപ നമുക്ക് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് സഹായധനം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 3 കോടി രൂപ വളരെ അത്യാധുനികമായ ഒരു ആശുപത്രി ബ്ലോക്ക് ഈ താലൂക്ക് ആശുപത്രി നിർമ്മിക്കാൻ നമ്മൾ ചെലവഴിക്കും. ഒരുപക്ഷെ വയനാട്ടിലെ ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമാകാൻ പോകുന്ന ഈ ആശുപത്രിയുടെ ഒരു പ്രധാന ബ്ലോക്കിൻ്റെ നിർമ്മാണം ഈ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായിട്ട് ചേർന്ന് 24 കണക്ട് നിർവഹിക്കും. വളരെ പെട്ടെന്ന് തന്നെ അതിനുള്ള നടപടികൾ ആയിരിക്കും. സംസ്ഥാന സർക്കാരിന് ആരോഗ്യവകുപ്പ് മന്ത്രിയൊക്കെ നമ്മൾ വ്യക്തിപരമായിട്ട് ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ കൊച്ചൗസ് ചിറ്റിലപ്പള്ളി നേതൃത്വം കൊടുക്കുന്ന ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെ 3 കോടി രൂപയാണ് ഇതിന് നമുക്ക് ലഭിക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ PP ജെയിംസ് പറയും. ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ 24 ഫ്ലവേഴ്സുമായിട്ട് ചേർന്ന് 3 കോടിയുടെ സഹായം ഒരു പ്രോജക്റ്റിന് വേണ്ടി നൽകാമെന്നാണ് ആദ്യം പറഞ്ഞത്. അടിസ്ഥാന സൗകര്യ വികസനം എന്ന രീതിയിലാണ്. അതിലെ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് മെഡിക്കൽ രംഗത്ത് ഒരു ആശുപത്രി 4 സ്ഥലത്താണ് ആശുപത്രി വരുന്നത്. 2 ടൗൺഷിപ്പുകളിൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും നിലവിലുള്ള ഒരു ജനകീയമായിട്ടുള്ളൊരു താലൂക്ക് ആശുപത്രി, അതുപോലെ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടുള്ള 4 ആശുപത്രികളാണ് വരുന്നത്. എന്തായാലും അവിടെ ബ്ലോക്ക് പണിയുന്നതിനാണ് ഒരു പ്രോമിനൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ അവർ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷേ അതിനേക്കാൾ വലിയ പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി സർവീസ്, എഡ്യൂക്കേഷൻ രംഗത്ത് സ്കൂളുകൾ, അവർ മൊത്തത്തിൽ 15 കോടിയാണ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ഇതുമായി ബന്ധപ്പെട്ട് വയനാടിന് വേണ്ടി നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനേക്കാൾ വലിയ പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ മെഡിക്കൽ സർവീസിന് പുറമെ അല്ലെങ്കിൽ ഇതെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു പ്രോജക്റ്റ് കൂടി പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 ഫ്ലവേഴ്സും ചേർന്ന് ഇത് ചെയ്യുന്നത്. എന്തായാലും ഭാവിയിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുന്ന പോലെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ നമ്മളോട് കൊച്ചൗസ് ചിറ്റിലപ്പള്ളി എന്ന വ്യവസായിയാണ് ഇതിൻ്റെ പിന്നിൽ. ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് ചെയ്യുന്ന ആളാണ് അദ്ദേഹം. നിങ്ങൾക്കറിയുന്നത് പോലെ അദ്ദേഹം ഒരു വ്യവസായി എന്ന നിലയിൽ ഏറ്റവും വലിയ മനുഷ്യകാരുണ്യ പ്രവർത്തനം ഏർപ്പെട്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. ഒരാൾക്ക് കിഡ്നി കൊടുത്തുകൊണ്ട് കേരളത്തെ ഞെട്ടിച്ച വ്യവസായിയാണ് അദ്ദേഹമാണ്. ഈ 3 കോടി രൂപ നമുക്ക് നൽകാമെന്ന് പറഞ്ഞിരിക്കുന്നത്. മാത്രം 3 കോടിയും വീടുകൾ എത്ര വീടാ? 100 വീട് ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ 100 വീട് ഈ 24 കണക്റ്റുമായി ചേർന്ന് നിർമ്മിച്ച് നൽകുന്നുണ്ട് കേരളത്തിലെ പല സ്ഥലങ്ങളിലും. അതിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ മിനിമം 3 കോടി എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നുവെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഈ താലൂക്ക് ആശുപത്രിക്കോ അല്ലെങ്കിൽ നമ്മൾ ഈ പണിയാൻ പോകുന്ന സർക്കാരിൻ്റെ ആശുപത്രിയിലെ ബ്ലോക്കിലെ ആശുപത്രി ബ്ലോക്കിൻ്റെ സൗകര്യം കൂടുതൽ കൂട്ടാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും കൂടുതൽ പണം ആവശ്യമുണ്ടെങ്കിലും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ നമ്മളെ സഹായിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ കൊച്ചൗസ് ചിറ്റിലപ്പള്ളിക്കും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ഒരു ബിഗ് അപ്ലോസ്. ഓക്കെ, അത് നമ്മുടെ ടിക്കറിൽ അല്ലേ, നമ്മുടെ സ്ക്രീനിൻ്റെ താഴ്ഭാഗത്ത് നമ്മുടെ ഈ പ്രസ്താവനയും പ്രഖ്യാപനവും നമ്മുടെ 24-ൻ്റെ ഓഫീസിലിരിക്കുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിജയകുമാർ അതിൻ്റെ മുഴുവൻ വിവരങ്ങളും നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. നമ്മൾ ഇപ്പം കുറേ പേര് ഒത്തിരി ആളുകൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ ഇതിനിടയിൽ ഈ ഉച്ച സമയത്ത് നമ്മളോട് പറഞ്ഞിരുന്നു. അപ്പം അതെല്ലാം നമ്മൾ അത് കേൾക്കാനും അതിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുന്നതിനും വേണ്ട ക്രമീകരണം കൂടെ നമ്മൾ ഏർപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ പരമാവധി നമ്മളത് കേൾക്കും, നമുക്കതിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ ഒരുപാട് പേര് ചില കാര്യങ്ങളും ചില ആവശ്യങ്ങളും ഒക്കെ പറഞ്ഞു. നമ്മൾ ശരിക്കും ഈ ആവശ്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചിട്ട് അർഹരായവർക്ക് പരമാവധി സഹായം എത്തിക്കാനുള്ള എല്ലാവിധമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകും. 24 ഫ്ലവേഴ്സും അതിൻ്റെ ഭാഗത്തുണ്ടാകും എന്നുള്ളതാണ് വിജയകുമാർ പറഞ്ഞത്. ചൂരൽമല സ്വദേശിയായ PT വാസുവിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ഈ ആക്രി വ്യാപാരം നടത്തി വരികയായിരുന്നു ചൂരൽമലയിൽ. ഉരുൾപൊട്ടൽ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗം പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യ ജാനു ആണ്, അവരിവിടെ വന്നിട്ടുണ്ട്. വേദിയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു.
അതായത് ബജാജിൻ്റെ പെട്ടി ഓട്ടോ, ലോങ് ട്രേ പെട്ടി ഓട്ടോറിക്ഷയാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. മറ്റൊരു സന്തോഷം കൂടിയുണ്ട്. 24ൻ്റെ അമേരിക്കയിലെ പ്രതിനിധി മധു കൊട്ടാരക്കരയാണ് ഈ പെട്ടി ഓട്ടോ 3 ലക്ഷത്തോളം രൂപ ചെലവാക്കി ഇവർക്ക് സമ്മാനിക്കുന്നത്. 3 ലക്ഷം രൂപ. സന്തോഷമായോ? ഈ പെട്ടി ഓട്ടോ ആരും ഓടിക്കും? ഓടിക്കും. ഭർത്താവ് വന്നിട്ടില്ലയോ? ഓ, ഈ ഓട്ടോ വാങ്ങിക്കാൻ പോലും അദ്ദേഹം വന്നില്ല. അവസാനം യാത്രക്കാരെ കയറ്റി പോകാൻ പറ്റുമോ? പെട്ടി ഓട്ടോക്കകത്ത് യാത്രക്കാരെ കയറ്റത്തില്ലല്ലേ? ഓക്കെ. അപ്പോൾ എത്ര കൊല്ലത്തെ പരിചയമുണ്ട് ഓട്ടോ ഓടിച്ചങ്ങർക്ക്? 10 വർഷം. അപ്പം മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്ന് ഈ പരിപാടി കാണുന്നുണ്ടാവും. മധു കൊട്ടാരക്കര, ഇവർക്കാണ് താങ്കൾ നൽകിയ 3 ലക്ഷം രൂപ ഉപയോഗിച്ച് നമ്മൾ പെട്ടി ഓട്ടോ നൽകുന്നത്. അങ്ങ് അമേരിക്കയിൽ നിന്ന് വന്ന പൈസയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ താങ്ക് യു മധു കൊട്ടാരക്കര. ഒരു വലിയ കൈയടി മധു കൊട്ടാരക്കര കൊടുക്കണം. കാരണം ഇവർക്കൊരു ഓട്ടോറിക്ഷ ആവശ്യമുണ്ട്, പെട്ടി ഓട്ടോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അമേരിക്കയിൽ നിന്ന് ഡോളർ കണക്കിന് പണം എത്തി എന്നുള്ളതാണ്. ഡോളർ കണക്കിനല്ലല്ലേ, ഇന്ത്യൻ കറൻസി. എങ്ങനെ വന്നാലും 3 ലക്ഷം രൂപ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പെട്ടി ഓട്ടോ വാങ്ങാനുള്ള മുഴുവൻ തുകയും ലഭിക്കും. സന്തോഷമായോ? സന്തോഷമായി. മധു കൊട്ടാരക്കരോട് സ്നേഹമാണോ? ഓക്കെ. മധു കൊട്ടാരക്കര സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? 3 ലക്ഷം രൂപ പെട്ടി ഓട്ടോ അല്ലേ വന്നത്, അല്ലേ ബേബി? ഓക്കെ, താങ്ക് യു.